ഇനി നമുക്കൊരു ബീഫ് ബിരിയാണി റെസിപ്പി നോക്കിയാലോ. ആദ്യം കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ബീഫ് ഇടുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നാരങ്ങാനീരോ തൈരോ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 4 വിസിലിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. ബീഫിന് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അത് തോനെ വെള്ളമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി റൈസ് സെറ്റാക്കാം. ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് ഓയിലും സ്പൈസസും കൂടെ ഇടുക. എന്നിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായ ഉപ്പും റൈസും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇനി അടുത്തൊരു പാനിൽ കിസ്മിസും സവാളയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേ പാനിൽ കുറച്ച് സ്പൈസസും സവാളയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഒരു 4 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫിനെ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ ബീഫ് സെറ്റായി. ഇനി നമുക്ക് റൈസ് സെറ്റാക്കി എടുക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൈസിനെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിരിക്കുവാണ്. ദം പൊട്ടിക്കുമ്പോൾ എന്നാ മണവാന്നറിയോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.